കേരളത്തിലെ സഭാപ്രതിനിധികൾ നേതൃത്വം തന്നെ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ ബി.ജെ.പി. എങ്ങനെയാണ് കാണുന്നത്? നീ വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ച് അരത്തല പുണ്ണാക്കാതെ. ഞാൻ മാതൃഭൂമിയുടെ ഇംഗ്ലീഷിലുള്ള ഓൺലൈനിൽ ഒരു സംഗതി വായിക്കാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. The situation escalated നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അപ്പൊ പതിൽ ചൊല്ലടാ. when one of the girls reportedly told police that she was taken without her consent. Hey madam, you know one thing? Once upon a time, there was a lion lived in the dense forest. His name is Pandidure. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്താണ്. അതായത് എന്നെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുവന്നത് എന്ന്. ഇതോടുകൂടി സിറ്റുവേഷൻ വഷളാവുന്നു. പിന്നെ അത് പോലീസാവുന്നു, കേസാവുന്നു, കോടതിയിലെത്തുന്നു. ഇതിൽ ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാ തെറ്റ് എന്ന് നമ്മൾക്കറിയില്ല. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം. ശരിയല്ലേ? പോലീസ് പറഞ്ഞ കാര്യങ്ങൾ തൊണ്ട തൊടാതെ വിടുങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എങ്കിൽ ജബൽപൂരിൽ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ച് മർദ്ദനമുണ്ടാകുന്നത് നമുക്ക് നേരിട്ട് കാണേണ്ടി വരുന്നില്ല. അതുകൊണ്ട് നീതിയും നിയമവും ഒക്കെ ഏത് വഴിക്ക് ഫംഗ്ഷൻ ചെയ്യുന്നു ഈ കാലത്ത് എന്നുള്ളതും വലിയ പ്രശ്നമാണ്. അഡ്വക്കേറ്റ് വി.പി. ശ്രീപത്മനാഭൻ, ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അയ്യോ, നിങ്ങൾക്ക് ഈ രാജ്യത്തെ നീതി നിർവഹണ സംവിധാനത്തിൽ വിശ്വാസമില്ലെങ്കിൽ പിന്നെ എനിക്ക് തർക്കിച്ചിട്ട് കാര്യമല്ല. വെറുതെ ബുദ്ധിമുട്ടണ്ട കൃഷ്ണ, ഇത് കേസ് വേറെ. എനിക്കൊന്നേ അറിയാനുള്ളൂ, ഏത് സാഹചര്യത്തിലാണ് മാതൃഭൂമി പത്രം പറയുന്നത് പോലെ ഈ പെൺകുട്ടി എന്റെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞത് ഒന്ന് വിശദീകരിച്ചാൽ മതി. ഞങ്ങൾ അവിടെ സ്ഥലത്തില്ലായിരുന്നു. നിങ്ങളാണല്ലോ റിപ്പോർട്ട് ചെയ്തത് ആ വാർത്ത. അതായത് പെൺകുട്ടി പറഞ്ഞു പോലീസിന് എന്റെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുവന്നത് എന്ന്. അത് ഏത് സാഹചര്യത്തിലാന്ന് ഞങ്ങൾക്കറിയില്ല. ഞാൻ ദുർഗിലെ ബി.ജെ.പി. നേതാക്കന്മാരെ ബന്ധപ്പെട്ടു. അവർ പറയുന്നത് നമ്മൾ ഈ സംഭവം അറിയില്ല, ഞങ്ങൾക്ക് ഈ സംഭവം അറിയില്ല. പിന്നീട് ഇത് വിവാദമായ ശേഷമാണ് അറിയുന്നത്. ഒരു പെൺകുട്ടി പോലീസ് വരുന്നു, പ്രശ്നമാവുന്നു. പ്രശ്നത്തിന് എന്താ കാരണം? ഛത്തീസ്ഗഡാണ്. രേഖകളില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ ഛത്തീസ്ഗഡിൽ പ്രശ്നമാണ്. നിയമത്തെയും നീതി നിർവഹണത്തെയും ഒരുപോലെ കണ്ട് അതിൽ വലിയ അമ്പരപ്പ് കാണിക്കുമ്പോ നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തവര് പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോകുമെന്ന് വിചാരിക്കല്ലേ? അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാൽ ആരും പേടിക്കരുത്, മനുഷ്യൻ പേടിച്ചു പോകുന്നു. പേടിക്കരുത്. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. ഇവിടെ വന്ന് അന്വേഷിക്കുമോ എന്നുള്ളതല്ല, പോലീസ് ഇവിടെ വന്ന് അന്വേഷിക്കുമോ എന്നുള്ളതല്ല, പോലീസ് അവിടെയും ഇവിടെയും ഒക്കെ അന്വേഷിക്കും. അത് അതിന് ഉത്തരവാദിത്തപ്പെട്ട മാതൃഭൂമി എന്ന വലിയ നീട്ടവും കുറുക്കവും വെച്ച് പറയുമ്പോ ഇവിടെ അങ്ങനെ മാതൃഭൂമി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഒന്നിനെയും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടൊന്നുമില്ല. മാതൃഭൂമി പറഞ്ഞതിൽ തെറ്റുമില്ല. ആ പത്രത്തിൽ പറയുന്ന കാര്യം ആ കുട്ടി പറഞ്ഞു എന്നാണ്. ആ കുട്ടി പറഞ്ഞപ്പോൾ ആ പ്രശ്നമുണ്ടായി എന്നുള്ളതാണ്. ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി പറയിച്ചു എന്നുള്ളതാണ്. ഈ ഒരു വാക്കിങ്ങനെ ആവർത്തിച്ച് നിങ്ങളുടെ വാർത്തയെ തള്ളിപ്പറ, മുദ്രാവാക്യം വിളിക്കുക, തള്ളിപ്പറ, വാർത്തയെ തള്ളിപ്പറ, നിങ്ങളുടെ വാർത്തയെ തള്ളിപ്പറ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക. പെൺകുട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറ, ഞങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്താന്ന് പറ. പെൺകുട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്താന്ന് പറ. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലല്ലോ. പോലീസ് വന്ന് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടി പറയുന്നു എന്റെ സമ്മതമില്ലാണ്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ പിന്നെ പോലീസുകാരൻ എന്ത് ചെയ്യണം? മുദ്രാവാക്യം എന്ത് ചെയ്യും? പറയൂ, ചോദിക്കൂ, നിങ്ങളൊരു പോലീസുകാരോട് ചോദിക്കൂ. നമ്മളെ ചോദ്യത്തിന് ഉത്തരം പറയും. ഒരു പെൺകുട്ടി എന്ത് സാഹചര്യത്തിൽ പോലീസിനോട് എന്റെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു? അല്ലെങ്കിൽ ആ വാർത്ത തെറ്റാന്ന് നിങ്ങൾ പറ, ഞാൻ പിൻവലിക്കാം. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. ഇതിന് ചൂടാവണം. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമല്ല. പിന്നെ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിരോധമില്ല. നിങ്ങളാ വാർത്ത കൊടുത്ത്. ദാറ്റ് ഈസ് എ ഫാക്ട്. ഇത് സത്യമാണത്. നിങ്ങളാണ് ആ വാർത്ത കൊടുത്തത്. തട്ടിപ്പാന്നാണല്ലോ നാട്ടുകാർ പറയണത്. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. എനിക്കറിഞ്ഞൂടാ, ഞാൻ ആ സംഭവ സ്ഥലത്തില്ലായിരുന്നു. അവിടെ ഒരു ബി.ജെ.പി. നേതാവ് സംഭവ സ്ഥലത്തില്ലായിരുന്നു. വെറുതെ ഇതെന്താ അറിയോ, കോൺഗ്രസിന്റെ രാഷ്ട്രീയ പണി നിങ്ങളൊന്നും എടുക്കരുത്. അത് അത്ര നല്ലതല്ല. ഞങ്ങളിത് കുറെ കണ്ടതാ. എന്റെ പൊന്ന് കറിയാച്ചാ, കുറച്ച് കരുണ കാണിക്കണം, ദയ ഉണ്ടാവണം. കരുണ, ദയ, അതെന്നതാ സാധനം? ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം മുഴുവനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമെന്ന് ഏറെക്കുറെ എനിക്ക് ധാരണയായതിനാൽ ഞാൻ പറയുന്നു. പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത്. അതേ ഒരു കാര്യം, ഈ ചർച്ചയുടെ തുടക്കത്തിൽ
ശ്രീ വി പി ശ്രീ പത്മനാഭൻ ഒരു ഇത്തിരി മര്യാദയാവാം കേട്ടോ. അങ്ങിത് നിർത്താതെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഞാനത് കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നു. മര്യാദ കമ്മിയാന്ന് കൂട്ടിക്കോളൂ. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. എനിക്ക് മര്യാദ കമ്മിയാണ്, അങ്ങനെ കൂട്ടിക്കോളൂ, ഒരു വിരോധമില്ല. എന്നെ നിർബന്ധപൂർവ്വമാണ് കൊണ്ടുപോകുന്നത് എന്ന് പോലീസിന് മൊഴി നൽകിയത്രേ. പോലീസിന് മുന്നിൽ വെച്ച് അത് പറഞ്ഞു അത്രേ. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായതെന്ന് ഒരു ദേശീയ പത്രം ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിയും അടക്കം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലല്ല, മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു. കേൾക്കാൻ കഴിയാത്ത പരിമിതി ഉണ്ടെങ്കിൽ അത് എന്റെ പ്രശ്നമല്ല. ഞാൻ മാതൃഭൂമിയുടെ കാര്യവും ഇവിടെ പറഞ്ഞു. അങ്ങ് വല്ല സംഗീത പരിപാടിയും അവതരിപ്പിക്കാൻ വന്നതാണോ? മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കുഗ്രാമാണല്ലോ, ഒരു ഐഡിയ ഇല്ലല്ലേ? മലയാളത്തിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. നിങ്ങളാണ് അബദ്ധം കാണിച്ചത്. നിങ്ങൾ മാതൃഭൂമിയാണ് അബദ്ധം കാണിച്ചത്. ഈ വാർത്ത എപ്പോഴും പെൻഡിങ്ങാ. One of the girls, the situation escalated when one of the girls complained to the police that I was brought here without my consent. മാതൃഭൂമിയിൽ ഇപ്പോഴും ആ വാർത്ത കിടക്കുന്നുണ്ട്. ശ്രീ വി പി ശ്രീ പത്മനാഭൻ ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്ത ബുദ്ധിക്കുറവ് പ്രേക്ഷകർക്കില്ല. അങ്ങ് അത് മനസ്സിലാവുന്നില്ല. താങ്കൾക്ക് മനസ്സിലാവുന്നില്ല. അതാണ് കുഴപ്പം. എന്താണെന്ന് പറയാനുള്ള സമയം പോലും എനിക്ക് നൽകുന്നില്ല. ഇത് ശരിയല്ല, ഇത് തീരെ ശരിയല്ല. ഇവിടെ വർക്ക് ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു വർക്ക് ഇന്ന് ഉയരത്തിലെത്തിക്കാൻ സമ്മതിക്കൂല. ഇന്നെ ഇത് ശരിയല്ല. ഒരാളോട് ഒരു ബഹുമാനം കാണിക്കുക എന്നത് പരിമിതിയായി കാണരുത്. ഒരാളോട് ബഹുമാനം കാണിക്കുക. അങ്ങ് പ്രതിനിധിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗം പറയാൻ ഇത് ആദ്യത്തെ ദിവസമാണ് മാതൃഭൂമി ചർച്ച ചെയ്യുന്നത്. അങ്ങ് എവിടെയെങ്കിലും പോയി ആരുടെയെങ്കിലും വായിൽ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള സ്ഥലം ഇതല്ല. ശ്രീ വി പി ശ്രീ പത്മനാഭൻ ഒരൊറ്റ വാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാതെ ഈ ഓ എന്ന് സ്വരാക്ഷരങ്ങൾ മുഴുവൻ പറയുന്നത് പ്രേക്ഷകരും ഞാനും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു രീതിയല്ല. എനിക്ക് അങ്ങോട്ട് സംസാരിക്കാൻ അങ്ങനെ സൗകര്യത്തിന് പറയും. എന്താ സംശയം മാറിയോ? എല്ലാ സംശയവും തീർന്നു.